ഹായ് ഓൾ, വെൽക്കം ടു സ്വസ്തി. എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും അല്ലേ? സ്വസ്തിയുടെ കുഞ്ഞോണമാണ് ഈ വീഡിയോയിൽ. ഓണത്തിൻ്റെ ഓർമ്മകളില്ലാത്ത ഒരു മലയാളി പോലും ഈ ലോകത്തുണ്ടാവില്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം. പ്ലാസ്റ്റിക് പൂക്കളും സ്വിഗ്ഗിയിലെ ഓണസദ്യയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പഴയകാലത്തെ ഓണത്തെ തിരിച്ചു പിടിക്കാനായി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഫാമിലിയായിട്ട് നടത്തിയ ഓണാഘോഷ പരിപാടിയിലെ തിരുവാതിരയാണ് ഈ കാണുന്നത്. വികൃത ഹൃദയ ഞങ്ങൾ വികിരങ്ങളെല്ലാം വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. വികൃത ഹൃദയ ഞങ്ങൾ വികിരങ്ങളെല്ലാം വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. തമിഴ്നാട്ടിലേക്ക് പഠിക്കാൻ പോയപ്പം ആകെ ഉണ്ടായിരുന്നൊരു ടെൻഷൻ എന്ന് പറയുന്നത് നാട്ടിലെ ഓണം മിസ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ കോളേജിലാണെങ്കിലോ അതിനേക്കാൾ വൈബായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോളേജ് ഹോസ്റ്റൽ. ഉത്രാടപ്പാച്ചിൽ പോലെ തന്നെ ഓണപ്പരിപാടിയുടെ തലേന്ന് തിരക്കിട്ട തിരുവാതിര പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരും നോക്കി ബുദ്ധിമുട്ടണ്ട. ആ പച്ച ഡ്രസ്സിട്ട് ഓടിപ്പാഞ്ഞ് കളിക്കുന്നത് സാക്ഷാൽ ഞാൻ തന്നെയാണ്. അഞ്ച് വർഷത്തെ എൻ്റെ പഠന കാലയളവിൽ ഫ്ലാഷ് മോബ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ കോളേജിലെ ആദ്യത്തെ ഫ്ലാഷ് മോബ് കണ്ടക്ട് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ ബാച്ചിനായിരുന്നു. അതും ഒരു ഓണക്കാലത്തായിരുന്നു. ഇനി നമുക്ക് ഈ വർഷത്തെ തയ്യാറെടുപ്പുകൾ കാണാം. തിരുവാവണിരാവ് മനസാക്കി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാക്കി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓണമായിക്കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരിയിലോട്ട് അടുക്കാൻ പറ്റില്ല. 4 പറ ഓണച്ചന്തയാണ്. അവിടെ കിട്ടാത്ത സാധനവും ഉണ്ടാവില്ല. പൂക്കളും തുണിത്തരങ്ങളും തുടങ്ങി വീട്ടു സാധനങ്ങൾ വരെ വിൽക്കാനായി മത്സരിക്കുന്ന കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ കച്ചവട തന്ത്രമാണ്. തലശ്ശേരിയിലെ ഓണത്തിരക്ക് ആസ്വദിക്കണമെങ്കിൽ വണ്ടി എടുത്ത് പോയാലൊന്നും പറ്റൂല. അതിന് നടക്കുക തന്നെ വേണം. വണ്ടി എടുത്ത് പോയാലും ഒരു കാര്യമില്ല, അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല പാർക്കിങ്ങും കിട്ടൂല. ഇങ്ങനെ ചന്തയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമുക്ക് പരിചിതമായ പല മുഖങ്ങളെയും കാണുന്നത്. എല്ലാവരും വിലപേശി വാങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കച്ചവടക്കാരുടെ വിലപേശൽ തന്ത്രമാണ്. ഏകദേശം മിഠായി തെരുവിലെ ഒരു മിനി വേർഷനായിട്ട് ഈ സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും.
പാട്ടുപാടിയും മിമിക്രി കാണിച്ചും അങ്ങനെ പല രീതിയിലാണ് ഇവിടെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട്. അങ്ങനെ ആ തിരക്കിനിടയിൽ നിന്ന് ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി എന്താ, ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം. ഈ പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന വീരൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. അവന് യാതൊരു മടിയില്ല, ഏത് ആംഗിളിൽ നിന്നും പൂ പറിച്ചു തരാൻ അവൻ റെഡിയായിരുന്നു. ഇനി ഇവിടെ 2 പേരുണ്ട്. ചക്ക വരയ്ക്കുന്ന കൊക്ക ഉപയോഗിച്ച് ചെമ്പരത്തി വരയ്ക്കുന്ന 2 പേർ. പൂക്കൂട് നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ. കഴിഞ്ഞ വർഷത്തെ പോലെ വിപുലമായ ഓണമൊന്നും ഇത്തവണ ഞങ്ങൾക്കില്ല. ഒരു കുഞ്ഞോണമാണ് ഇത്തവണ സുസ്ഥിയുടേത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ബായ്.